ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മളോട് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അതായത് വേറെ ഒന്നല്ല, നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ചില ആളുകളെ കാണുന്ന സമയത്ത് പെട്ടെന്നൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആ സെയിം കാര്യം തന്നെയാണ് നമ്മളും അങ്ങനെ അട്രാക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാവും, നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വളരെ അട്രാക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഇഷ്ടം, ആഗ്രഹം കൂടുതലായിരിക്കും, അതിനുള്ള താല്പര്യം കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സ്മൈലൊക്കെ എപ്പോഴും അവരുടെ ഫേസിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇരിക്കുമ്പോൾ പോലും അവരുടെ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തേക്ക് ഒന്നൊരു ചായ്വ് ഉണ്ടായിരിക്കും, ബിക്കോസ് അതൊക്കെ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ അവരുടെ റിയാക്ഷനിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് അവരിയ്ക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഒരു ചായ്വ് എപ്പോഴും ഉണ്ടായിരിക്കും, നമ്മൾ ടച്ച് ചെയ്തിട്ടിരിക്കാനാണ് അവർ ശ്രമിക്കുന്നുണ്ടാവുക, ബിക്കോസ് അവർക്ക് നമ്മളുടെ കൂടെ ഇരിക്കാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ഇരിക്കുകയും മോർ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവരിക്കും. നമ്മൾ അങ്ങനെ തന്നെയല്ല, നമുക്ക് ഒരുപാട് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ തൊട്ടടുത്ത് പോയിട്ടിരിക്കാനൊക്കെ നോക്കുക. പിന്നെ ഭയങ്കര വലിയ പരിചയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് തന്നെ പോയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ പോസ്റ്റർ അതൊക്കെ കുറെയൊക്കെ അവര് കോപ്പി ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ അവരും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടൊക്കെ കൂടുതൽ ആക്ഷൻ കാണിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരും അതേപോലെ ചെയ്യാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ ഹെയർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. സോ അവരത് ആ ഒരു കാര്യം അവർ കോപ്പി ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തില് നമ്മളുടെ കുറേ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവര് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്സ് ആണ്. അതേപോലെ തന്നെ അറ്റൻഷൻ. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ കോംപ്ലിമെന്റ്സ് തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ഭയങ്കര സ്റ്റൈലിഷ് ആണ്, നല്ല രസമാണ് എന്നുള്ള രീതിയിലൊക്കെ നല്ല നല്ല കോംപ്ലിമെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് തരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും വിത്തൗട്ട് റീസൺ നമ്മളോട് സംസാരിക്കാനായിട്ട് അവർ വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ സംസാരിക്കാൻ അവർ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് വേറെ നല്ല പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ പരിചയമുള്ള ആളായിരിക്കാം. അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷേ സംസാരിക്കാൻ അവർ ഭയങ്കരമായിട്ട് തയ്യാറാവും. അതേപോലെ തന്നെ മിക്ക ആളുകളും നമ്മളെ കാണുമ്പോൾ നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ തരും എന്നുള്ളതാണ്. മേ ബി നമ്മളുടെ ആ ഒരു ടോട്ടൽ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടാവും പറയണ്ടാവുക. നമ്മുടെ ഒരു കോസ്റ്റ്യൂം രസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈൽ രസമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല സ്റ്റൈലിഷ് ആണ്, ഈ രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. എങ്ങനെയാണെങ്കിലും ബെറ്റർ കോംപ്ലിമെന്റ്സ് ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളെ കുറിച്ച് വരുന്നുണ്ടായിരിക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവ് ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റോ ഫോട്ടോസ് ഒക്കെ ഇടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും മിക്കവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടാവും. അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലരുടെ ഫോട്ടോ ഒക്കെ പ്രത്യേകിച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഫോട്ടോ പെട്ടെന്ന് അങ്ങോട്ട് വൈറലാവുന്നതായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാണാൻ ഭംഗി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കളർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഐശ്വര്യമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കളർ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. മേ ബി ഇത് കാണുന്ന കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയം വരും. മാത്രമല്ല അതിൻ്റെ പേരിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ടാവും കമന്റ് ബോക്സിലൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയായിട്ട്. ഞാൻ ഉദ്ദേശിക്കണം അങ്ങനെയൊന്നല്ല. ഞാൻ പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് കാണുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. ചിലപ്പോൾ ആളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, നല്ല കളർ അല്ലെങ്കിൽ നല്ല വെളുപ്പ്, ആ ഒരു സംഭവം ഒന്നും അല്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ചിലരോട് നമുക്ക് പ്രത്യേക ഒരു വാത്സല്യമൊക്കെ തോന്നാറുണ്ട് കാണുന്ന സമയത്ത്. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കൂടുതലായിട്ട് വൈറൽ ആവുന്നതായിട്ട് കാണാൻ പറ്റും ചില ഫോട്ടോസൊക്കെ. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവർ വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളിടുന്ന ഫോട്ടോസ് ആണെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി ചിലപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്നില്ല, എങ്കിലും കാണുന്ന ആളുകൾ നല്ല രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും അവിടെ
ഉണ്ടാവുക. അതായത് ചിലപ്പോൾ നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഒക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ലൈക്കുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണ് എന്നുള്ള കാര്യം. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജലസിയാണ്, അതേപോലെ തന്നെ ക്യൂരിയോസിറ്റിയാണ്. നമ്മളെ കുറിച്ച് കുറെ പേർക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ആള് ഭയങ്കര പോസിറ്റീവ് ആണ് എപ്പോഴും എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ നമ്മളോട് തന്നെ പറയുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മറ്റാരോടെങ്കിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുള്ള ഒരാൾ മാത്രമായിരിക്കാം, അങ്ങനെ ഏതൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു ജലസിയൊക്കെ ഫീൽ ചെയ്യും വേറൊരാളോട് സംസാരിക്കുമ്പോൾ. അതല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരു ജലസി കാണാൻ പറ്റും എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളോട് അവർ സംസാരിക്കുന്നത് കാണുമ്പോഴൊക്കെ ഇവർക്ക്, അതായത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ ചെറിയൊരു ജലസി ഫീൽ ചെയ്യും. നമുക്കതിൽ അങ്ങനെ തന്നെയല്ലേ, കാണാൻ നല്ല ഐശ്വര്യമുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ആരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരെ കുറിച്ച് കുറച്ച് നല്ലത് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു അസൂയൊക്കെ വരില്ലേ, മനുഷ്യ സഹജമല്ലേ. ആ സെയിം സംഭവം തന്നെ ഇവിടെ കാണാൻ പറ്റുക. നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കുഞ്ഞു രീതിയിലുള്ള അസൂയയും കുശുമ്പും ഒക്കെ കാണാനായിട്ട് പറ്റും. അതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്, അതായത് നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന കാര്യം. നമ്മളെ കുറിച്ച് അറിയാനുള്ള താല്പര്യം കുറെ പേർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിരിക്കുന്നത്, ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവർ ചോദിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റി കുറേ ആളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ, ഇത്തരം റിയാക്ഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടു. ഇതിനപ്പുറത്തേക്ക് കുറേ ഉണ്ടാവും അവർ സംസാരിക്കുന്നതിലും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൂടെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണ് എന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക നിങ്ങൾ അട്രാക്റ്റീവ് ആണോ അല്ലയോ, എത്രത്തോളം അട്രാക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം.